ഡിസ്ക്ലൈമർ: ഈ കഥ ജെമിനി AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ഇതിലെ കഥാപാത്രങ്ങളും സംഭവങ്ങളും പൂർണ്ണമായും സാങ്കൽപ്പികമാണ്. ഏതെങ്കിലും വ്യക്തികളുമായോ യഥാർത്ഥ സംഭവങ്ങളുമായോ ഇതിന് യാതൊരു ബന്ധവുമില്ല. കഥയുടെ മൂന്നാം ഭാഗം. രേഖയ്ക്ക് ഓർമ്മകൾ തിരിച്ചു നൽകാനുള്ള ഡോക്ടർ രക്ഷയുടെ പരിശ്രമങ്ങൾ തീവ്രമായി. ഓരോ ദിവസവും രേഖയുടെ തലച്ചോറിന് പുതിയ പുതിയ ഉത്തേജനങ്ങൾ നൽകി ഓർമ്മകളെ ഉണർത്താൻ രക്ഷ ശ്രമിച്ചുകൊണ്ടിരുന്നു. തന്റെ ശാസ്ത്രീയമായ അറിവുകൾ സ്നേഹത്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന തിരിച്ചറിവിൽ രക്ഷയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഒരു ദിവസം ഡോക്ടർ രക്ഷ ഒരു പഴയ വീഡിയോ ക്ലിപ്പ് രേഖയെ കാണിച്ചു. അത് തന്റെ ലബോറട്ടറിയിൽ വെച്ച് രേഖയുടെ ഓർമ്മകൾ നശിപ്പിച്ചതിനു ശേഷമുണ്ടായ രേഖയുടെ പ്രതികരണങ്ങളുടെ വീഡിയോ ആയിരുന്നു. തന്റെ ഭൂതകാലം എന്തായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു രക്ഷ അത് ചെയ്തത്. ആ വീഡിയോ കണ്ടതും രേഖയുടെ കണ്ണുകളിൽ ഒരു മാറ്റം കണ്ടു. ആദ്യം ഒരു ഞെട്ടൽ, പിന്നെ അത്ഭുതം, ഒടുവിൽ ദേഷ്യം. പെട്ടെന്ന് രേഖയുടെ തലച്ചോറിലേക്ക് ഒരുപാട് ഓർമ്മകൾ ഒരുമിച്ച് ഇരച്ചുകയറി വന്നു. താനൊരു പോലീസ് ഓഫീസറായിരുന്നതും ധൈര്യശാലിയായിരുന്നതും ഡോക്ടർ രക്ഷയുടെ പരീക്ഷണങ്ങളെ ചോദ്യം ചെയ്തതുമെല്ലാം അവൾക്ക് ഓർമ്മ വന്നു. തന്നെ വേദനിപ്പിച്ചതും ഓർമ്മകളെ ഇല്ലാതാക്കിയതും തന്നെ ഒരു കൊച്ചുകുഞ്ഞിനെപ്പോലെ മാറ്റിയതും അതേ ഡോക്ടർ രക്ഷയാണെന്ന് അവൾ മനസ്സിലാക്കി. രേഖയുടെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു. തന്റെ ജീവിതം നശിപ്പിച്ച ഈ സ്ത്രീയുടെ മുഖത്തേക്ക് അവൾ നോക്കി. എന്നാൽ അതേസമയം തനിക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു നൽകാനും തന്റെ ജീവൻ രക്ഷിക്കാനും ഇത്രയും സ്നേഹത്തോടെ പരിചരിക്കാനും ശ്രമിക്കുന്നതും ഈ സ്ത്രീ തന്നെയാണെന്ന് അവൾ ഓർത്തു. രേഖയുടെ മനസ്സ് ആകെ ആശയക്കുഴപ്പത്തിലായി. ദേഷ്യമാണോ അതോ സ്നേഹമാണോ താൻ രക്ഷയോട് കാണിക്കേണ്ടതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൾ ഒന്നും മിണ്ടാതെ രക്ഷയുടെ മുഖത്തേക്ക് ഒരുപാട് നേരം നോക്കി നിന്നു. എന്റെ രക്ഷ എന്ന ഒരു വാക്കുമാത്രം പറഞ്ഞ് അവൾ തന്റെ തലരക്ഷയുടെ തോളിലേക്ക് ചാരി. അവിടെ അവളുടെ മനസ്സ് പൂർണ്ണമായി മാറിയിരുന്നു. ദേഷ്യത്തിനു പകരം സ്നേഹമാണ് അവിടെ നിറഞ്ഞത്.